ഹായ് ഫ്രണ്ട്സ്, ഐ ആം ജോയ് തലക്കാടൻ. വെൽക്കം ടു ദ ജോയ്സ് കിച്ചൺ യൂട്യൂബ് ചാനൽ. ഇന്നൊരു കുമ്പളങ്ങ പാൽക്കറി ഉണ്ടാക്കിയാലോ. കുമ്പളങ്ങ കൊണ്ട് തേങ്ങാപ്പാൽ കൊണ്ട് കറി ഉണ്ടാക്കുന്നത്, പാൽക്കറി. അതായത് എന്താ പറയുക, അങ്കമാലി മധ്യഭാഗത്തൊക്കെ ഒത്തിരി ആൾക്കാർ കൂടുതൽ യൂസ് ചെയ്യുന്നതാണ് കുമ്പളങ്ങ പാൽക്കറിയായിട്ട് വയ്ക്കുന്നത്. വളരെ ടേസ്റ്റുള്ളൊരു കറിയാണ്. അപ്പോൾ അതെങ്ങനെയാണ് കുക്ക് ചെയ്യണമെന്ന് നമുക്ക് നോക്കാം. അങ്ങനെ കുമ്പളങ്ങ പാൽക്കറിക്ക് ആവശ്യമായിട്ട് ഞാൻ കുമ്പളങ്ങ ഇതേപോലെ സ്ലൈസ് ചെയ്തെടുത്തത്, കഴുകിയെടുത്തത് ഇതുപോലെ ഞാനിപ്പോൾ നേരത്തെ കാണിച്ചു തന്ന കുമ്പളങ്ങയുടെ ഒരു കഷ്ണം. അതേപോലെ ചെറിയ ചുമന്ന സവാള, അല്ലെങ്കിൽ ചുമന്നുള്ളി മാത്രം ചെയ്താലും മതി. ഞാനിവിടെ ചുവന്നുള്ളിയുടെ അവൈലബിലിറ്റി കുറവായതുകൊണ്ട് ഞാൻ കുറച്ച് സവാളയും കൂടി എടുത്തിട്ടുണ്ട്. അതേപോലെ ഇഞ്ചി ഒരു കഷ്ണം, ഒരു 2 സ്പൂണ് ഇഞ്ചി ഇതേപോലെ സ്ലൈസ് ചെയ്തെടുത്തത്, 2 പച്ചമുളക്, ഗ്രീൻ ചില്ലി നിങ്ങൾക്ക് വേണമെങ്കിൽ കൂടുതൽ യൂസ് ചെയ്യാം. അതേപോലെ ചുമന്നുള്ളി ഇതേപോലെ ഒരു 5-6 ചുള ഇതേപോലെ അരിഞ്ഞെടുത്തത്, സ്ലൈസ് ചെയ്തെടുത്തത്. പിന്നെ അതിനാവശ്യമായിട്ട് ഞാൻ 1 ടേബിൾ സ്പൂണ് കുറുക്കും മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂണും മല്ലിപ്പൊടി, കൊറിയാണ്ടർ പൗഡർ, അതേപോലെ 1 ടേബിൾ സ്പൂണ് ചില്ലി പൗഡർ. ഇത്രയാണ് ഇതിനകത്തേക്ക് ആഡ് ചെയ്യുന്നത്. അപ്പം ഞാൻ അതിനാവശ്യമായിട്ടൊരു പാൻ വെച്ചിട്ടുണ്ട്. ഈ പാനിലേക്ക് അതേപോലെ തന്നെ വേപ്പില ഉണ്ട് കേട്ടോ, ഇത്രയും വേപ്പില ഉണ്ട്. ഞാനൊരു 4 അല്ലി വേപ്പില ആഡ് ചെയ്യുന്നുണ്ട്. അപ്പം ഇതെല്ലാം കൂടി ഇതിനകത്തേക്ക് ഒന്ന് മിക്സ് ചെയ്തിട്ടിട്ട് കുക്ക് ചെയ്യാം. അപ്പം അരിഞ്ഞു വെച്ചിരിക്കുന്ന എല്ലാം കൂടി ഇതിനകത്തേക്ക് ഞാൻ ആഡ് ചെയ്യാണ്. ചുമന്നുള്ളി, ജിഞ്ചർ, അതേപോലെ ഗ്രീൻ ചില്ലി, അതേപോലെ ചെറിയ ഓണിയൻ കൂടി സ്ലൈസ് ചെയ്തതും കൂടി ആഡ് ചെയ്യാണ്. ഞാൻ അതിനകത്തേക്ക് പൊടികൾ ആഡ് ചെയ്യാം. ഫസ്റ്റ് ഇച്ചിരി വാട്ടർ ആഡ് ചെയ്തിട്ട് ആഡ് ചെയ്യാം. ഞാൻ ഈ പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. കുറുക്കുമും, മല്ലിപ്പൊടി, മുളക് പൊടി, 1/2 ടേബിൾ സ്പൂണ് സാൾട്ടും ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അതേപോലെ വേപ്പിലയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. നിങ്ങൾ കുക്ക് ചെയ്യുമ്പോൾ ഗ്രീൻ ചില്ലിയും അതേപോലെ ചില്ലി പൗഡറും കുറച്ച് കൂടുതൽ ആഡ് ചെയ്ത് കൊടുത്തു കേട്ടോ. ഞാൻ 1.5 ഗ്ലാസ് വാട്ടറാണ് ഇതിനകത്തേക്ക് ആഡ് ചെയ്യുന്നത് ഫസ്റ്റിൽ. അത് ഒന്ന് തിളച്ച് തുടങ്ങുമ്പം അതിനകത്തേക്ക് ഒരു 1/2 ഗ്ലാസ് വാട്ടറിൽ കോക്കനട്ട് പൗഡറാണ് ഞാൻ ആഡ് ചെയ്യുന്നത്. എനിക്ക് എളുപ്പത്തിനായിട്ട് ഈസി ആയിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അപ്പം ഒരു ടേബിൾ സ്പൂണ് കോക്കനട്ട് പൗഡർ ചൂടുവെള്ളത്തിൽ ഒന്ന് കലക്കി ഇതിനകത്തേക്ക് ഫസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾ തേങ്ങയാണ് ആഡ് ചെയ്യുന്നതെങ്കിൽ 1 അല്ലെങ്കിൽ 1.5 മുറി തേങ്ങ എടുത്തിട്ട് അതിൻ്റെ 2ാം പാൽ ആഡ് ചെയ്തിട്ട് ഇത് ഇതിനകത്തേക്ക് ആഡ് ചെയ്യണം. അവസാനമായിട്ട് ലാസ്റ്റായിട്ടാണ് 2ാം പാൽ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പം എങ്ങനെ കുക്ക് ചെയ്യണമെന്ന് നോക്കാം. അങ്ങനെ കുമ്പളങ്ങയൊക്കെ വെന്തു. ഞാൻ അപ്പം അതിനകത്തേക്ക് 1/2 ഗ്ലാസ് ഹോട്ട് വാട്ടറിൽ 1 സ്പൂണ് കോക്കനട്ട് മിൽക്ക് ആഡ് ചെയ്യാണ്. കോക്കനട്ട് മിൽക്ക് ആഡ് ചെയ്യുമ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലിടണം, ഹൈ ഫ്ലെയിമിലിടരുത്, ചിലപ്പോൾ പാലൊക്കെ പിരിഞ്ഞു പോകും. ഇതൊന്ന് തിളച്ചതിന് ശേഷം 1ാം പാൽ ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതിനകത്തേക്ക് കുമ്പളങ്ങ പാൽക്കറിയിലേക്ക് 1 സ്പൂണ് 2 ടേബിൾ സ്പൂൺ ആഡ് ചെയ്യാം കോക്കനട്ട് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. എൻ്റെ ഇത് ഉറച്ച ഇതാണ്, ഇവിടെ തണുപ്പായതുകൊണ്ട്. അതുപോലെ തന്നെ ഇപ്പം 2ാം പാലും ആഡ് ചെയ്തിട്ട് തിളച്ച റെഡി ആയിട്ടുണ്ട്. അപ്പം ഞാൻ അതിനകത്തേക്ക് 1 സ്പൂണ് ചൊറുക്ക ആഡ് ചെയ്ത് കൊടുക്കാൻ കേട്ടോ. ഇത് നാടൻ ചൊറുക്കയാണ്. അപ്പം ഇത് ഹൈ ഫ്ലെയിമിൽ വെക്കാതെ പ്രത്യേകം ശ്രദ്ധിക്കണം, കാരണം ചൊറുക്ക ആഡ് ചെയ്തു. അതേപോലെ പിന്നെ പാലും ഉണ്ട്, തേങ്ങാപ്പാലും ഉള്ളത് കൊണ്ട് അത് പിരിയാനുള്ള ചാൻസ് ഉള്ളതുകൊണ്ട് മീഡിയം ഫ്ലെയിമിലോ ലോ ഫ്ലെയിമിലോ വെച്ചിട്ട് വേണം കുക്കിംഗ് ചെയ്യാനായിട്ട്.
ഇനി ഇതിനകത്തേക്ക് ഒന്നാം പാൽ ആഡ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഞാൻ കുമ്പളങ്ങയിലേക്ക് ഒന്നാം പാൽ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇത് ഞാൻ ഒരു 1.25 ഗ്ലാസ് വാട്ടറിൻ്റെ ചൂടുവെള്ളത്തിനകത്താണ് ഞാനിത് തേങ്ങാപ്പൊടി ആഡ് ചെയ്ത് കലക്കി ഇതേപോലെ ആക്കിയിട്ട് ആഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഒന്നാം പാലാണെങ്കിൽ അതനുസരിച്ച് ആഡ് ചെയ്യണം. അപ്പോൾ തീ വളരെ ലോ ഫ്ലെയിമിൽ വയ്ക്കണം, അധികം നേരം തിളപ്പിക്കരുത്. ഇതൊന്ന് താളിക്കണം. താളിക്കാനായിട്ടൊരു പാൻ വെച്ചിട്ടുണ്ട്, അതിനകത്തേക്ക് ഞാൻ ഓയിൽ ആഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ കോക്കനട്ട് ഓയിലാണ് ആഡ് ചെയ്യുന്നതെങ്കിൽ വളരെ നല്ലതായിരിക്കും. അപ്പം ഞാൻ അതിനകത്തേക്ക് കടുക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അതേപോലെ ചുവന്നുള്ളി അരിഞ്ഞത്, ഞാൻ ഇതിനകത്തേക്ക് 2 ഉണക്കമുളകും കൂടിയും ആഡ് ചെയ്തിട്ടുണ്ട്. അത് ഇനിയും താളിച്ച് ഇതിനകത്തേക്ക് ആഡ് ചെയ്യാം. നല്ല അടിപൊളിയായിട്ടില്ലേ? വളരെ ടേസ്റ്റും നല്ല ഭംഗിയും എല്ലാം കൂടി ഉള്ളതാണ്. ഒരു സ്പെഷ്യലാണ്, നിങ്ങൾ ട്രൈ ചെയ്യണം. അങ്ങനെ പാൽക്കറി, കുമ്പളങ്ങ കൊണ്ട് തേങ്ങാപ്പാലിൻ്റെ കറി ഉണ്ടാക്കിയിരിക്കുകയാണ്. കുമ്പളങ്ങ പാലൊഴിഞ്ഞ് വെച്ചത് തേങ്ങാപ്പാലിൽ ഉണ്ടാക്കിയ കറി. അപ്പം അങ്കമാലി സ്റ്റൈലൊക്കെ എന്ന് പറയും വേണമെങ്കിൽ. കുമ്പളങ്ങ പാൽക്കറി അങ്ങനെ സൂപ്പറായിട്ട് റെഡി ആയിരിക്കുകയാണ്. കണ്ടോ, വളരെ ടേസ്റ്റോട് കൂടി. തേങ്ങാപ്പാലിൻ്റെ കറി എന്ന് പറയുമ്പോൾ വളരെ ടേസ്റ്റാണ്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ജോസ് കിച്ചൻ്റെ യൂട്യൂബ് ചാനലിൽ നിന്ന് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം. ഇത് ഈസിയാണ്. അപ്പം ട്രൈ ചെയ്തിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം.